പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ തീ ആളിപ്പടരുകയാണ്. ഇറാനെതിരായ അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾ കൂടുതൽ ശക്തമാകുന്നതിനിടെ മേഖലയിൽ സംഘർഷം പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. രാത്രിയുടെ മറവിൽ ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ വീണ്ടും ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ. ഇറാനിലെ തന്ത്രപ്രധാന നഗരങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടാണ് അമേരിക്കയുടെ അടുത്തഘട്ട ആക്രമണം നടക്കുന്നതെന്നാണ് വിവരം. ഹോർമോസ് കടലിടുക്ക് മുതൽ ചെങ്കടൽ വരെയുള്ള മേഖലകളിൽ കടുത്ത ജാഗ്രതയാണിപ്പോൾ നിലനിൽക്കുന്നത്. ജാസിക്, ബന്ദർ അബ്ബാസ് ദ്വീപ് തുടങ്ങിയ മേഖലകളിൽ തുടർച്ചയായി സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഇറാന്റെ പ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടക്കുന്നതെന്നാണ് സൂചന. ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ വ്യാപിക്കുമോ എന്ന ആശങ്ക ശക്തമാവുകയാണ്. ഇതിനിടെ ഇറാന്റെ പിക്കാസ് ആണവ കേന്ദ്രം ആക്രമിക്കുമെന്ന ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ ആണവശേഷി നിയന്ത്രിക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്കയുടെ നിലപാട്. എന്നാൽ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ഏതൊരു ആക്രമണവും വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തുടർച്ചയായ മൂന്നാം ദിവസമാണ് US സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിൽ ഇറാനെതിരെ ആക്രമണം നടക്കുന്നത്. വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ മേഖലയിൽ അമേരിക്ക സൈനിക സാന്നിധ്യം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കും സംഘർഷത്തിന്റെ കേന്ദ്രമായി മാറുകയാണ്. ഹോർമൂസിൽ ഉപരോധം തുടരുമെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ ചരക്ക് കപ്പലുകൾക്ക് 20% ചുങ്കം നൽകണമെന്ന് നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ നടപടിക്ക് അന്താരാഷ്ട്ര നിയമപരമായ അടിസ്ഥാനമില്ലെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഷിപ്പിംഗ് ഏജൻസി വ്യക്തമാക്കിയിട്ടുണ്ട്. ആഗോള കപ്പൽ ഗതാഗതത്തെയും വ്യാപാര മേഖലയെയും ഇത്തരം നീക്കങ്ങൾ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെ സംഘർഷം ചെങ്കടലിലേക്കും വ്യാപിക്കാനുള്ള സാധ്യതയാണ് ഉയരുന്നത്. ലോകത്തിലെ നിർണായക കപ്പൽപാതയായ ബാബ് അൽ മദാബ് ഇടുക്ക് അടച്ചുപൂട്ടണമെന്ന് യമനിലെ ഹൂതി വിഭാഗം ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഈ പാതയിൽ തടസ്സമുണ്ടായാൽ ആഗോള ചരക്ക് ഗതാഗതം വലിയ പ്രതിസന്ധിയിലാകാൻ സാധ്യതയുണ്ട്. യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള വിമാനത്താവളത്തിലും ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം സൗദി അറേബ്യ ഏറ്റെടുത്തതായാണ് വിവരം. അതേസമയം ആക്രമണത്തിന് തിരിച്ചടി നൽകിയതായി ഹൂതികൾ അവകാശപ്പെട്ടിട്ടുണ്ട്. സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് സൗദി അറേബ്യയിൽ 4 വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ അമേരിക്ക സംഘർഷം നീളുകയാണെങ്കിൽ ആഗോള എണ്ണ വിപണിയിലും വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് ലോകത്തിലെ വലിയൊരു ശതമാനം എണ്ണ കയറ്റുമതിയും നടക്കുന്നത്. ഈ പാതയിൽ തടസ്സമുണ്ടായാൽ എണ്ണവില കുതിച്ചുയരാനും സാധാരണക്കാരെ വരെ ബാധിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതേസമയം സംഘർഷം അവസാനിപ്പിക്കാൻ നയതന്ത്ര ഇടപെടലുകൾ വേണമെന്ന ആവശ്യവുമായി വിദഗ്ധ രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ആക്രമണങ്ങളും തിരിച്ചടികളും തുടർന്നാൽ പശ്ചിമേഷ്യയിലെ സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന ആശങ്ക ശക്തമാണ്.